സദൃശവാക്യം 24 അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ. സദൃശവാക്യം 24 അധ്യായം അതിൻ്റെ 10, 11. മതി. 3 കാര്യങ്ങൾ വേണമെങ്കിൽ 3 സന്ദേശമായിട്ട് വേണമെങ്കിൽ പറയാം. ഒന്ന്, ഞാനത് മറ്റ് വേർഷനിൽ കൂടെയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ദൈവശക്തിയുടെ പരിമിതിയാണ് കുഴഞ്ഞു പോകുന്നതെന്നാണ് 10ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ച്, ദൈവശക്തിയുടെ പരിമിതിയാണ് കുഴഞ്ഞു പോകുന്നത്, ഇടറിപ്പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇടറി കൊലയ്ക്കായി കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇവിടെ നിൽക്കുന്ന ഞാനും നിങ്ങളും ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. 3 ചിന്ത വളരെ പെട്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവശക്തിയുടെ പരിമിതിയാണ് കുഴഞ്ഞു പോകുന്നത്, ഇടറി പോകുന്നത് എന്ന്. നല്ല അന്തരീക്ഷത്തിൽ നല്ല ഡ്രസ്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ സുഗമമായിരിക്കുമ്പോൾ വന്നിരിക്കാനും പാടാനും ഒക്കെ നല്ല സന്തോഷം ഉണ്ടായിരിക്കും. ഇവിടെ ഹോളിനകത്തിരിക്കുമ്പോൾ പോലും ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയുണ്ടെന്നുള്ളത് ചിലപ്പോൾ ചിലരുടെയെങ്കിലും സംശയിക്കപ്പെടേണ്ടതായിട്ട് വരും. ഞാൻ നിങ്ങളാരും പിന്മാറ്റക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ പോലും ദൈവമായിട്ടുള്ള ബന്ധം ഇന്നലത്തെ പോലെയാണോ ഇന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ പോലെയാണോ ഇന്ന് എന്നൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? സംശയിക്കേണ്ടി വരും. അത് പിന്നീടുള്ള അവരുടെ പ്രവൃത്തികൾ കാണാം, വീട്ടിൽ ചെല്ലുമ്പോൾ കാണാം, ഭാര്യയോടുള്ള ബന്ധത്തിൽ കാണാം, മക്കളോടുള്ള ബന്ധത്തിൽ കാണാം, ജോലി സ്ഥലത്ത് കാണാം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ പണ്ടൊരാൾ പറഞ്ഞു, കാര്യങ്ങളൊക്കെ സുഗമമായിരിക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം കുറയുന്നവരുണ്ട്, വല്ലാതെ പ്രതിസന്ധി പോകുമ്പോൾ ബന്ധം കുറയുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരു അച്ഛൻ ഗൾഫിൽ വെച്ച് സ്നാനപ്പെട്ടതാണ്. തൻ്റെ ഏക മകൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. താൻ പറഞ്ഞു, ഇങ്ങനെയൊരു ദൈവത്തെ എനിക്ക് വേണ്ട, ഇങ്ങനെയൊരു ദൈവത്തെ എനിക്ക് വേണ്ട, പോയില്ലേ. മറ്റൊന്ന്, അതിൻ്റെ ഒരു പ്രശ്നം കൂടെ എന്നാണെന്നറിയാമോ? നമ്മളീ ഒരുപാട് പേര്, ഈ അടുത്തൊരാൾ കണ്ട കുറേ ദർശനങ്ങളുണ്ട്. 4-5 പേര് കണ്ടു എന്ന് പറഞ്ഞു. ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ മരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഒരു കാര്യം ഓർക്കേണ്ടത്, എന്ന് ജനിക്കണമെന്ന് നാം അല്ല തീരുമാനിക്കുന്നത്, എന്ന് മരിക്കണമെന്ന് നാം അല്ല തീരുമാനിക്കുന്നത്. പക്ഷെ മരണത്തിനപ്പുറത്ത് എവിടെ എത്താമെന്ന് തീരുമാനിക്കാൻ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് വിട്ടുപോകുന്നവർ സന്തോഷത്തിലേക്കും വിട്ടേച്ചു പോകുന്നവർക്ക് ദുഃഖമുളവാക്കുന്നതാ മരണം എന്ന് പറയുന്നത്. പക്ഷെ വിട്ടുപോകുന്നവർ ആനന്ദത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ നാം ഇടറിപ്പോകരുത്. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് പോകുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത്, കാര്യങ്ങൾ സുഗമമായി തീരുമ്പോൾ എന്ത് ചെയ്യുന്നു? പിന്മാറിപ്പോകുന്നു. കാരണം ഇതൊരു റൊട്ടേഷനായിട്ട്, യാന്ത്രികമായിട്ട് ഇങ്ങനെ മുന്നോട്ട്. ചടങ്ങിനൊരു സഭായത്തിന് പോകണ്ടേ, അതിന് മതപരമായ ചടങ്ങെന്ന് പറയും. ഞാൻ എൻ്റെ ചർച്ചയിൽ പറയും, മതപരമായ ചടങ്ങിനല്ല ആരും സഭായോഗത്തിന് വരുന്നത്, അല്ലെങ്കിൽ ഹോളുമായിട്ട് ബന്ധപ്പെടുന്നത്. കാരണം മതപരമായ ചടങ്ങ് സ്നാനം, അല്ലെങ്കിൽ ഒരു കല്യാണം നടത്തണം, മരിച്ചാൽ കുഴിച്ചിടണം. ഇത് രണ്ടും പബ്ലിക്, ഈ പൊതു ശ്മശാനമുണ്ട്, അവിടെ അടയ്ക്കിയാൽ ഒന്നും സംഭവിക്കില്ല. ഇനി രക്ഷിക്കപ്പെട്ടവരെ പൊതു ശ്മശാനത്തിൽ അടക്കിയാൽ അവൻ സ്വർഗത്തിൽ പോകാതിരിക്കൊന്നുമില്ല. സ്തോത്രം. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമ്പോൾ അവനും എഴുന്നേറ്റ് വരാനിടയായിത്തീരും. കല്യാണം കഴിക്കുന്ന രജിസ്ട്രാഫീസിൽ പോയി രജിസ്റ്റർ ചെയ്താൽ പോലും പിള്ളേരുണ്ടാവും, എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷേ മതപരമായ ചടങ്ങിനപ്പുറത്ത് നിന്നെ ഒരുക്കിയെടുത്ത് ഒരു നിർമ്മല കാന്തയായി നിത്യതയുടെ തുറമുഖത്ത് തമ്പുരാന്റെ സന്നിധിയിൽ എത്തിക്കുവാനാ ദൈവസഭ എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്നതാണ് ശത്രുവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇടറിപ്പോകുന്നു? ഞാൻ ഇപ്പോൾ കേരളത്തിലും എവിടെ ചെന്നാലും കേൾക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ഫാമിലി പ്രോബ്ലം അല്ലേ? ഫാമിലി പ്രോബ്ലം ഇവിടെ ആർക്കും ഇല്ലായിരിക്കും, ഉണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ താമസിക്കുന്ന മണ്ണൂത്തിയിലുള്ളവരോട് പ്രസംഗിക്കാൻ ഇവിടെ ഒന്നും പറയണ്ടല്ലോ, ഇവിടെയുള്ളവരോട് തന്നെ ഞാനിതൊക്കെ പറയുന്നത്. നല്ല ബോധ്യം എനിക്കുണ്ട്, പ്രാഗൽഭ്യമുണ്ട്. കഴിഞ്ഞ 38 കൊല്ലം കഴിഞ്ഞു
ഒരു കുടുംബജീവിതം നയിക്കുന്നു. വളരെ 2 പിള്ളേരുണ്ട്, 2 പേരും ഇവിടെ ഉണ്ട്. വളരെ അഭിമാനത്തോടെ പ്രാഗൽഭ്യത്തോടെയാണ് ഞാൻ ഈ പകൽ പറയുന്നത്. എൻ്റെ വൈഫ് വരാൻ പറ്റിയാൽ അവളെ ഇരുത്തിക്കൊണ്ട് ഞാൻ പ്രസംഗിച്ചേനെ. സ്തോത്രം. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ആളുകൾ പറയും, പാസ്റ്റേഴ്സൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. തെറ്റല്ലെങ്കിൽ പോലും അബ്രഹാമിനോടുകൂടെ സാറയെയും ഇസഹാക്കിനോടുകൂടെ റിബേക്കയെയും യാക്കോബിനോടുകൂടെ, നിങ്ങൾക്ക് ആർക്കും അറിയില്ല, റാഹേലിന്, അതിൽ കുറേ കാര്യങ്ങൾ എന്നാണെന്നറിയാമോ? ഒന്ന്, ആരെങ്കിലും മരിച്ചാൽ നമ്മൾ ചോദിക്കും എപ്പോഴാണ് മരിച്ചത്? ഇന്ന സമയത്ത്. എപ്പോഴാണ് അടക്കണേ? 12 മണിക്ക്. നമ്മൾ 11:50 എന്ത് ചെയ്യുള്ളൂ? ചെല്ലുള്ളൂ. കല്യാണത്തിന് വിളിച്ചാൽ കല്യാണം എപ്പോഴാണ്? ഇന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ആ ആശീർവാദം പറയുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഭക്ഷണം കഴിച്ച് പോരാനായിട്ട് തരുള്ളൂ. അതുകൊണ്ട് പലർക്കും എന്ത് ചെയ്യുന്നില്ല? കാര്യങ്ങൾ അറിയുന്നില്ല. സ്തോത്രം. ഞാൻ നിങ്ങളെ ആരെയും വിമർശിച്ചതല്ല. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ അബ്രഹാമിനോടുകൂടെ സാറയും ഇസ്ഹാക്കിനോടുകൂടെ റിബേക്കയും യാക്കോബിനോടുകൂടെ റാഹേലിനെയൊക്കെ അനുഗ്രഹിക്കുന്നവർ, ഞാൻ പറയുന്നത് പുതിയ നിയമ കോൺസെപ്റ്റിൽ അതൊരു മാതൃകാ കുടുംബമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ദൈവം അവരെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും കുടുംബം എന്ന് പറയുന്നത് പുതിയ നിയമ വീക്ഷണത്തിൽ കുടുംബം പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്ര പറയുന്നത്. ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, വിശുദ്ധ ബൈബിളിൽ വീണുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പെന്ന് പറയുന്ന ആ ഉദാത്തമായ ഉന്നതമായ സന്ദേശം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് കുടുംബത്തെക്കുറിച്ചാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ 2നോടും വെല്ലുവിളിയുണ്ട്. ഒന്ന്, സുവിശേഷീകരണം നടക്കരുത്, സഭയെ തകർത്ത് കളയണം. രണ്ടാമത്തെ കാര്യം, കുടുംബം തകർന്നാൽ അത് സാക്ഷ്യം നഷ്ടപ്പെടും, ദൈവസഭയ്ക്ക് കോട്ടം പറ്റും. ഇതിനോട് 2നോട് എല്ലാ കാലത്തും എന്തുണ്ട്? പോരാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞൊരു താല്പര്യം, കുടുംബം ഇന്ന് വികലമായിക്കൊണ്ടിരിക്കുക, കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുക. അതൊന്നും വിവരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. പക്ഷേ നിലനിൽക്കാൻ എന്നെ വേണമെന്നറിയാമോ? യേശു കർത്താവ് ശുശ്രൂഷ തുടങ്ങിയത് 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് എഴുന്നേറ്റ് ഉയരത്തിലെ ശക്തിയാൽ നയിക്കപ്പെട്ടിട്ടാണ് ശുശ്രൂഷ തുടങ്ങിയത്. ആ യേശു കർത്താവിൻ്റെ കാന്തയാകുന്ന സഭ ഭൂമിയിൽ രൂപീകൃതമായത് പരിശുദ്ധാത്മാവിലാണെങ്കിൽ, അതിൻ്റെ നടത്തിപ്പ് പരിശുദ്ധാത്മാവിലാണെങ്കിൽ, ഇതിനെ ഉദാഹരിച്ചുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശത്തിന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് ആത്മനിറവിലുള്ളവനും ഭാര്യ ആത്മനിയോഗത്തിലുള്ളവരുമാണെങ്കിൽ ഒരു കുടുംബവും തകരുകയില്ല. സ്തോത്രം. സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ യോഗത്തിന് വരുമ്പോൾ ഇവിടെ നല്ല അന്തരീക്ഷമല്ലേ, എല്ലാവരും കൂടെ പാടുന്നു. ഇന്ന് സഹോദരന്മാരൊക്കെ എത്ര ഭംഗിയായിട്ട് അവിടെ നിന്ന് പാടും. വളരെ സന്തോഷം എനിക്കും തോന്നി. ഇതൊക്കെ കേട്ട് ആനന്ദിക്കും, സന്തോഷിക്കും ഒക്കെ ഇത് ശരിയാ. പക്ഷെ നമ്മുടെ വീട്ടിനകത്ത് ഇവിടെ പറയുന്ന അന്യഭാഷ വീട്ടിൽ അന്യായ ഭാഷ ആകുന്നുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? സ്തോത്രം. മനസ്സിലായില്ല? സ്തോത്രം. ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാം, ഞാൻ പഠിച്ച ഞാൻ മനസ്സിലാക്കിയതിൽ വേദപുസ്തകം പഠിച്ച, പുതിയ നിയമം പഠിച്ചാൽ ആദിമ സഭ 120 പേര് ഒരുമിച്ച് കൂടിയെടുത്ത് എല്ലാവരും അഭിഷേകം പ്രാപിച്ചു, എല്ലാവരും അന്യഭാഷ പറഞ്ഞു എന്ന് എഴുതിയേക്കണേ. അത് 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും അന്യഭാഷ പറഞ്ഞു. സ്തോത്രം. 19-ാം അധ്യായത്തിൽ എഫെസോസിൽ പൗലോസ് എന്ന് സ്നാനപ്പെടുത്തി അവരെല്ലാവരും അന്യഭാഷ പറഞ്ഞു, പ്രവചിക്കാനും തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞവസാനിക്കുമ്പോൾ അത് തുടർന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 120 പേരുള്ള ഒരു സംഘം എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ 2-ാം അധ്യായത്തിൽ ഉയരത്തിലെ ശക്തി പ്രാപിച്ചവരെ കുറിച്ച് പറയുകയാണ്, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ സഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുണ്ടെന്ന് കേട്ടാൽ പോരാ, ഉയരത്തിലെ ശക്തി പ്രാപിച്ചവരുടെ കൂട്ടമായിരിക്കണം. ഒരു കുടുംബത്തിലെ എല്ലാവരും ഉയരത്തിലെ ശക്തി പ്രാപിക്കണം. സഭയിലെ മുഴുവൻ പേരും ആത്മശക്തി പ്രാപിക്കണം. ആത്മശക്തി ഇല്ലാത്ത ഒരു വ്യക്തി, ഒരു കുടുംബം ഇന്നത്തെ കാലഘട്ടത്തിൽ അനധിവിദൂര ഭാവിയിൽ തകർന്നു പോകാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, യേശു കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടുന്ന് വാങ്ങിപ്പോകുന്നതിന് മുമ്പ്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഉയരത്തിലെ ശക്തി പ്രാപിക്കാനിടയായിത്തീരണം. ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നതേ കുറേയെങ്കിലും പരസ്യം കണ്ടിട്ടാ അല്ലേ? പിന്നെ ഒത്തിരി പേര് നമുക്ക് അറിയാത്ത സാധനമൊക്കെ പരസ്യം കണ്ടിട്ടാ. ഇതെവിടെ നിന്നാണ് കണ്ടതെന്ന് വെച്ചാൽ പരസ്യം കണ്ടു, ഓൺലൈനിലും മീഡിയയിലൊക്കെ കണ്ട പരസ്യമാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ
സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് തീഷ്ണത കാണിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് മോളെ നീ അഭിഷേകം പ്രാപിക്കണം, നീ ദൈവവചനം പഠിക്കണം, നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് എത്ര പേര് എല്ലാ ദിവസവും പറയുന്നുണ്ട്? സ്തോത്രം. ഞാൻ ഓൺലൈൻ പോകുന്നുണ്ടല്ലോ. ഒരു സഹോദരി ഒരിക്കൽ പറഞ്ഞു 98 മാർക്ക് കിട്ടി CBSE സിലബസാണ്. ഇപ്പം 2 മാർക്ക് പോയിനും വേവലാതി പിടിക്കുക. സൺഡേ സ്കൂളിന് 9 മാർക്ക് കിട്ടിയ ഒരു പ്രശ്നവുമില്ല, സന്തോഷിക്കുക. ഞാൻ നിങ്ങളോടൊക്കെ പറയാം, സ്കൂളിൽ തോറ്റ ഒരു കൊല്ലല്ലേ പോവുള്ളൂ. സൺഡേ സ്കൂളിൽ തോറ്റ ജീവിതം പോവും. പിടിച്ചാൽ കിട്ടൂല. ഈ കാഴ്ചപ്പാട് മാറാത്ത എന്നാണെന്നറിയോ? ഉയരത്തിലെ ശക്തിയുടെ കുറവാണ്. ഉയരത്തിലെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങാൻ നമ്മൾ ആഗ്രഹിക്കും. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ കുഞ്ഞുങ്ങൾ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം, എൻ്റെ കുഞ്ഞ് ദൈവകൃപയിൽ നിൽക്കണം, അതിനേക്കാൾ അപ്പുറത്തൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുവാൻ ആർജവമുള്ള എത്ര പേരുണ്ട്? പഠിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കോളേജ് വിടേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ജോലി വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഉയരത്തിലെ ശക്തിയാണ് ആവശ്യമായിരിക്കുന്നത്. രണ്ടാമത്, പ്രാർത്ഥനയിൽ മടുത്തു പോയാൽ തകരും. രാവിലെ ദൈവം ഭാഗം മുട്ടുകുത്തുന്നവൻ അന്നും മനുഷ്യൻ്റെ ഭാഗം മുട്ടുകുത്തേണ്ട വരികയല്ല എന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. നിരന്തര പ്രാർത്ഥനാ സ്വഭാവമുള്ളവൻ ആരുടെയും മുമ്പാകെ തോൽക്കേണ്ട വരില്ല, ദൈവത്തിൻ്റെ മുമ്പാകെ ഒഴിച്ച്. യേശു കർത്താവ്, ഞാൻ ഇന്നലെ ആരോടൊക്കെ പറഞ്ഞു, യേശു കർത്താവ് പ്രസംഗിക്കാൻ പഠിപ്പിച്ച ചാപ്റ്റർ നിങ്ങൾക്കറിയാവോ? രോഗശാന്തി നടത്താൻ പഠിപ്പിച്ച ആ അധ്യായം നിങ്ങൾക്കറിയാവോ? റെഫറൻസ് അറിയാവോ? നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ല. അത്ഭുതം നടത്താൻ, അത്ഭുത ശുശ്രൂഷ നടത്താൻ പഠിപ്പിച്ചത് നിങ്ങൾക്കറിയാമോ? യേശു ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല. യേശു ആകെ പഠിപ്പിച്ചു, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. യേശു പ്രാർത്ഥിക്കാൻ മാത്രമേ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? പ്രാർത്ഥനയുണ്ടെങ്കിൽ അത്ഭുതം നടക്കും, പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവപ്രവൃത്തി നടക്കും. പ്രാർത്ഥനയില്ലെങ്കിൽ ഇതൊന്നും നടക്കുകയല്ല. കാരണം പ്രാർത്ഥന ഏറ്റവും വലുതെന്ന് പറയുന്നത്, സ്തോത്രം, അവിടെയാണ് സാത്താൻ നമ്മെ എന്ത് ചെയ്യുന്നത്? തോൽപ്പിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾക്ക്, ആക്ടിവിറ്റീസിനൊക്കെ ആളുകളുണ്ടായിരിക്കാം, പക്ഷെ പ്രാർത്ഥിക്കാൻ ആൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിലേക്ക് പോകുമ്പോഴേ ശിഷ്യന്മാരെ ഒരാളെ ഉറ്റുകൊടുക്കാനായിട്ട് നടന്നു. 8 പേരെ തോട്ടത്തിൻ്റെ വെളിയിൽ നിർത്തി. 3 പേരോട് അകത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, പത്രോസേ, നീ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീനെന്ന്. ഞാൻ അത് 2 പ്രാവശ്യം പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഇനി നീ ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവീൻ. ഞാൻ പണ്ട് ഇറങ്ങിയ കാലത്ത് പലരും പറഞ്ഞു കേട്ട് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. എന്നും വേദന മാത്രമല്ല, ആശ്വാസവും കൂടെ തരുന്ന, അല്ലേ ആശ്വാസവും കൂടെ തരുന്ന കർത്താവാണ്. പക്ഷെ കർത്താവ് പറഞ്ഞതാവുന്നല്ല, നീ ഇനി അനുഭവിച്ചോളാനാണ് പറഞ്ഞത്. അല്ലേ വാസേ? അങ്ങനെ തന്നെയത്. ഞാൻ പറഞ്ഞ കാര്യം ലാഘവത്തോടെ ഏറ്റെടുത്തത് കൊണ്ട്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ പറ്റാത്തത് കൊണ്ട്, തുടർന്ന് പത്രോസ് മൽക്കോസിൻ്റെ കാതർത്തു, മുറിക്കാൻ തുടങ്ങി, മറ്റുള്ളവനെ മുറിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കുറഞ്ഞപ്പോൾ അകലം വിട്ട് അനുഗമിച്ചു, തള്ളിപ്പറഞ്ഞു, പഴയ പണിയിലേക്ക് പോയി. പിന്നെയും എന്നെ കാര്യം എന്നറിയാമോ? അകന്നു പോയിട്ടും രാത്രി തേടി ചെന്ന് പിടിച്ചു കൊണ്ടുവന്ന് നിർത്തിയതാ ദൈവകൃപ. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, എത്രയോ പ്രാവശ്യം അകന്നു പോയിട്ട്, എത്രയോ പ്രാവശ്യം പരാജയപ്പെട്ടിട്ട്, എത്രയോ പ്രാവശ്യം മതി എന്ന് പറഞ്ഞിട്ട്, എത്രയോ പ്രാവശ്യം ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ തേടി വന്നതാ. അതുകൊണ്ട് എന്നെ ചെയ്യണമെന്നറിയാമോ? കർത്താവേ, അവിടുത്തെ കൃപയാ ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഷുഡബാല ശാംഭവാലബാര ജുരബാരബാര റിഖമാനവൾഡ ഹത്തുരാര. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ പൂർണ്ണത കൊണ്ടല്ല, വിശുദ്ധിയുടെ പൂർണ്ണത കൊണ്ടല്ല, ഉപദേശത്തിന്റെ പൂർണ്ണത കൊണ്ടല്ല, തമ്പുരാന് നമ്മോട് പ്രസാദം തോന്നിയതുകൊണ്ടാ, തമ്പുരാന് നമ്മോട് കൃപ തോന്നിയതുകൊണ്ടാ നമ്മെ തിരികെ കൊണ്ടുവന്നത്.
പത്രോസ് ഒരു തീയിൻ്റെ മുമ്പാകെ യേശുവിനെ തള്ളിപ്പറഞ്ഞതാ. അതേ പത്രോസ് ഒരു തീയുടെ മുമ്പാകെ കനലിൽ ചുട്ടടയും അപ്പം മീനും കൊടുത്തിട്ട് പത്രോസിനോട് യേശു ചോദിക്കുക, പത്രോസ്, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? ഈ 2 പ്രാവശ്യം കഴിഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം വീണ്ടും ചോദിച്ചു, ബറയോനെ ശിമോനെ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയുക, കർത്താവ്, നിനക്ക് സകലതും അറിയും. എന്നെ കാര്യം അറിയോ? പത്രോസിനെ അന്ന് കടൽക്കരയിൽ വെച്ച് യേശു വിളിക്കുമ്പോൾ പറഞ്ഞു, നിന്നെ ഞാൻ പത്രോസാക്കുമെന്ന് പറഞ്ഞ വിളിച്ചത്. പക്ഷെ കർത്താവ് ഇപ്പോഴും വിളിക്കുക ബറയോനെ ശീമോനെ എന്ന്. പത്രോസിന് മനസ്സിലായി, അങ്ങനെ വിളിച്ചതിൻ്റെ ഉദ്ദേശത്തിലേക്ക്, ആ ക്വാളിറ്റിയിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് എൻ്റെ കർത്താവിന് മനസ്സിലായി എന്ന്. എന്ന കാര്യം അറിയാമോ? കൂടെ നടന്നെങ്കിലും ദൈവശക്തിയുടെ പരിമിതി തന്നെ തകർത്ത് കളയുവാനിടയായി തീർന്നു. ദൈവശക്തിയുടെ പരിമിതി തന്നെ തകർത്ത് കളയുവാനിടയായി തീർന്നു. ഇന്ന് പകല് ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ പറയട്ടെ, ഒന്നിനും സമയം കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് സമയം ഉണ്ടാക്കിയേ പറ്റൂ. പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ഉയരത്തിൽ ഈ ശക്തി നമ്മുടെ മേൽ വേണം. നിങ്ങൾ മറുവശം നോക്കിക്കേ. ഒരു സമയത്ത് ഉറങ്ങിപ്പോയ പത്രോസ്, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം വരുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ പഠിച്ചാൽ മതി. സുവിശേഷങ്ങളിലെ ശിഷ്യന്മാരും അപ്പോസ്തല പ്രവൃത്തികളുടെ ശിഷ്യന്മാരും തമ്മിലൊന്ന് പഠിച്ചാൽ നന്നായിരിക്കും. അതേ, ചില ചിന്തകൾ നമുക്ക് കിട്ടും. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ സഭയിലെ കുറെ കാര്യങ്ങൾ, ഇഷ്യൂസ് വന്നപ്പോൾ അതുമായി പത്രോസിനെ യോഹന്നാന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് പരിഹരിക്കണം, ക്രമീകരിക്കണം. പത്രോസ് പറയാ, ഇതിന് നിങ്ങളിൽ നിന്ന് തന്നെ 3 യോഗ്യതയുള്ളവരെ തെരഞ്ഞെടുത്തോ, ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കാമെന്ന്. സ്തോത്രം. മനസ്സിലായോ? അന്ന് ഉറങ്ങിപ്പോയവരാ, ഇപ്പോൾ സമയം തികയാതെ വന്നു. അന്ന് ഉറങ്ങിപ്പോയവരാ, ഇപ്പോൾ മടുപ്പില്ലാതെ വന്നു. ഒരു സമയത്ത് മടുത്തുപോയവരാ, ഇപ്പോൾ മടുക്കാതെ ഉണർന്നിരിക്കുന്നു. എന്ന കാര്യം എന്നറിയാമോ? ഉയരത്തിലെ ശക്തിയുടെ വ്യാപാരം അവരുടെ മേലുണ്ടായതെന്ന്. ഇന്ന് പകൽ മടുപ്പ് മാറട്ടെ, മയക്കം മാറട്ടെ, ഉറക്കം മാറട്ടെ, ഉണരുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഷൂഡബാല ശാംഭവാല ജുരബാരബാര റിഖമാന വൈഡബാര. ദൈവശക്തിയുടെ പരിമിതി ഒരു വശത്ത് പത്രോസിനെ തകർത്തുവെങ്കിൽ, ഇവിടെ ഇപ്പോൾ സമയം തികയേണ്ടി വരിക. ഇവിടെ ഒരു ചിന്തയോടെ കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു വിടാം. പത്രോസിനോട് ഈ കാര്യം എന്ന് പറഞ്ഞപ്പോൾ പത്രോസ്, ദൈവം ഇത് ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞേ, ഞങ്ങൾക്ക് ഇതിന് സമയം തികയുന്നില്ല. ഒരു പക്ഷേ ആ വരികൾക്കിടയിൽ ഇങ്ങനെ വേണമെങ്കിൽ വായിക്കാം. മുൻപ് ഞങ്ങളിങ്ങനെ പരകാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കൈയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പൊള്ളിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്നറിയോ? ഏൽപ്പിക്കാത്തത് ചെയ്താൽ പത്രോസിനും ഗുണമില്ല, ദൈവത്തിനും ഗുണമില്ല, പിശാചിനും മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പത്രോസ് പറയാം, ഞാൻ ആ പണിയൊക്കെ നിർത്തി, എന്നെ ഏൽപ്പിച്ചത് മാത്രമേ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ. ആ ചെയ്ത് ഏതാണ്? വചനധ്യാനവും പ്രാർത്ഥനയും. പത്രോസിന് മനസ്സിലായി, ഇനി യേശു എൻ്റെ കൂടെ ഇല്ല, പരിശുദ്ധാത്മാവ് ഉള്ളത്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇത് രണ്ടും ആവശ്യമാണെന്ന് ഇന്ന് പകൽ ദൈവമക്കളോട് ഉറപ്പിക്കുക. എനിക്ക് ലോകത്തിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതിലല്ല, നിത്യതയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളതാണ് എൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. എത്ര പേർക്ക് അങ്ങനെ ഉറക്കെ പറയാൻ കഴിയും? കർത്താവേ, അങ്ങ് മാത്രം മതി. എനിക്ക് വലുത് പ്രാർത്ഥനയാണ്, എനിക്ക് വലുത് ദൈവവചനമാണ്, എനിക്ക് വലുത് ആരാധനയാണ്, എനിക്ക് വലുത് കൂട്ടായ്മയാണ്, എനിക്ക് വലുത് ദൈവസഭയാണ്, എനിക്ക് വലുത് ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, പത്രോസ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ അടുക്കൽ യേശു കർത്താവ് പറഞ്ഞു, ഞാനിങ്ങനെ കഷ്ടം അനുഭവിക്കാനും ക്രൂശിക്കപ്പെടാനൊക്കെ പോവുകയാണെന്ന്. മത്തായി 16-ൽ. അപ്പോൾ പത്രോസ് വന്നിട്ട് യേശു കർത്താവിനോട് പറയുക, നിനക്കങ്ങനെ സംഭവിക്കരുത്. കൂട്ടിക്കൊണ്ട് മാറ്റി കൊണ്ടുപോയിട്ട് പറയുക, കർത്താവ് അങ്ങനെ എന്ത് ചെയ്യരുത്, സംഭവിക്കരുത്. അങ്ങനെ പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞ 3 കാര്യമുണ്ട്. ഒന്ന്, സാത്താനെ എന്നെ വിട്ട് പോ. അപ്പോൾ ആ സമയം കഷ്ടതയും പ്രയാസമൊന്നും പാടില്ല എന്ന് പറഞ്ഞത് സാത്താന്യമാണെന്ന് യേശു പറഞ്ഞു.
രണ്ടാമത്തെ കാര്യം, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണെന്ന്. അങ്ങനെ ദൈവികമല്ലാത്ത ചിന്തയുണ്ടായിരുന്ന, മാനുഷികമായ ചിന്തയുണ്ടായിരുന്ന ഈ പത്രോസ്, എന്നാൽ ഒന്ന് പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾക്കൊരു അപൂർവ കാര്യം സംഭവിച്ചു എന്നോർത്ത് നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. ഈ കഷ്ടത നിങ്ങൾക്ക് പെരുകും തോറും തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടയായിത്തീരും. എന്ന കാര്യം പറയുക, പത്രോസിനൊരു കാര്യം മനസ്സിലായി. ഇന്ന് ഈ പരിശോധന, ഇന്നത്തെ ഈ വേദന, ഇന്നത്തെ ഈ കഷ്ടത, ഇതാണ് എന്നെ ഞാനാക്കിയത്, എന്നെ പ്രയോജനപ്പെടുത്തുവാനിടയായി തീർന്നത്. ഇന്ന് ഈ രാവിലെ സമയം ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരോട് ഉറപ്പിക്കട്ടെ, നിങ്ങളെ തകർത്ത് കളയുവാനല്ല, നിങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാനാ എന്നെ ദൈവം അങ്ങനെ ആക്കിയിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് പറയാം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു മോളിവിടെ ചെംസ്ബോളിലും, ഒരാൾ പാസ് പറഞ്ഞ രൂഫസ് എയിൽസ്ബറിയിലുണ്ട്. മോളൊരു 4 വയസ്സ് 5 വയസ്സിൽ താഴെയുള്ള സമയത്ത് ഞാൻ കൂട്ടാതെ താമസിക്കുന്ന ഒരു വയലിൻ്റെ സൈഡിലാണ്. ഈ സ്കൂൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈ വയൽ വരുമ്പത്തൂടെ ഇങ്ങനെ നടന്നു വരും. അപ്പോൾ വണ്ടി വരുന്ന സമയം ഞങ്ങൾ വീട്ടിൽ നിന്ന് വെച്ച് നോക്കും, വല്ല പട്ടിയൊക്കെ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. ഒരു കണ്ടത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ കാല് ചവിട്ടി വെച്ച് തിരിച്ച് കയറി നിലവിളിച്ച് വീട്ടിൽ വരുന്ന കണ്ടു. വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പേ കാലിൽ ഇല പോലൊരു സാധനം കൊത്തിയെന്ന് പറഞ്ഞു. നെല്ല് വിളഞ്ഞിങ്ങനെ വീണ് കിടക്കുക വയലിൽ. ഇല പോലൊരു എൻ്റെ വെല്ലുമിച്ച് തന്നുണ്ട്. വെല്ലുമിച്ച് പറഞ്ഞു, വിഷത്തിൻ്റെ ആണെങ്കിൽ എന്തെങ്കിലും എരിവുള്ളത് കടിക്കാൻ കൊടുത്താൽ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എരിവുള്ളത് കടിക്കാൻ കൊടുത്തു, നല്ല എരിവുണ്ട്, ഒരു കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് കിടത്തി ഉറക്കും. 4:30 ചെന്ന് വിളിച്ചപ്പോൾ അനങ്ങല്ല, ശരീരം നീല നിറമായി, വീർത്തു, കണ്ണ് തുറന്നിരിക്കുന്നു. കൃഷ്ണമണിയെ തൊട്ടാൽ അറിയല്ല. എടുത്ത് തൃശ്ശൂർ ആശുപത്രികൾക്ക് ചെന്ന് പറഞ്ഞു, സമയം ഒരുപാട് ലേറ്റായി പോയി, അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. മിഷൻ ആശുപത്രി, ജൂബിലി മിഷൻ, ഇന്നത്തെ മെഡിക്കൽ കോളേജാണ്, അന്ന് മെഡിക്കൽ കോളേജല്ല. അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ അഡ്മിറ്റ് ചെയ്തു. രാത്രി 12 മണിയായപ്പോൾ പറഞ്ഞു, നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു, ഓക്സിജൻ കൊടുത്തു, രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. പുലർകാലെ എന്നെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ലാസ്റ്റ് മൂമെൻറ്റാണ്, നിങ്ങൾ കാണാനുള്ളവരൊക്കെ വന്ന് കണ്ട് നിന്നോളാൻ പറഞ്ഞു. എൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരി വയനാട്ടിലുണ്ട്, ഫോണുള്ള സമയമല്ല. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞടാ, നിന്നെക്കുറിച്ചുള്ള പദ്ധതി അന്ന് വരെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കണമെന്ന്. സുവിശേഷ വേലയ്ക്ക് പല ദൈവാസന്മാർ പറഞ്ഞിട്ടുണ്ട്. ദൈവം എനിക്കൊരു ഗൈഡൻസ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ KP യോഹന്നാൻ്റെ വണ്ടിയും കൊണ്ടുവന്ന്, മെറ്റഡോർ വണ്ടി കൊണ്ടുവന്ന്, പാസ്റ്റേഴ്സിൻ്റെ കൂടെ വണ്ടി ഓടിച്ച് കാസർഗോഡ് വരെ ഓടിച്ച് ട്രാക്ട് കൊടുക്കാനും പ്രവർത്തനത്തിനും ഒക്കെ പോകും. പക്ഷേ ഞാൻ ഉറച്ച തീരുമാനമെടുത്തു, ഞാനൊരു പാസ്സാകില്ല എന്ന്. അങ്ങനെ തീരുമാനമെടുക്കുന്നൊരു ദിവസമാണ്. പക്ഷേ എൻ്റെ ആൻറ്റിയുടെ വാക്ക് കേട്ട് ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ വാക്ക് കിട്ടാനില്ല, ഹൃദയം തകരുക, പൊട്ടുന്ന വേദന. എൻ്റെ മോള് മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് കിടക്കുക. പക്ഷെ അവിടെ നിന്ന് വെച്ച് കുറേ നേരം കരഞ്ഞു, ദൈവമേ എന്ന് വിളിച്ച്. വേറെ വാക്കുകളൊന്നും പറയാനില്ല. ഞാൻ കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ച് മോളെ എന്ന് വിളിച്ചപ്പോൾ പപ്പേന്ന് അവൾ തിരിച്ചു വിളിച്ചു. 24 മണിക്കൂർ നിശ്ചലമായി കിടന്ന അവൾ തിരിച്ചു വിളിക്കുവാനിടയായി തീർന്നു. 1 മണിക്കൂറിനുള്ളിൽ അവൾ എഴുന്നേറ്റു. പക്ഷേ അതിനു മുമ്പ് ഞാനൊരു തീരുമാനമെടുത്തു, എൻ്റെ മോൾ ഏതായാലും പോകുമെന്ന് ഉറപ്പായി. പക്ഷെ മകൾ മരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് ഞാനൊരു തീരുമാനമെടുത്തു. അവൾ എഴുന്നേറ്റു. അവളെ പിറ്റേ ദിവസം കാലിലൊരു ചെറിയ മുഴ പോലെ കണ്ടു, കടിച്ച ഭാഗത്ത്. അപ്പോൾ ഡോക്ടറെ എടുത്ത് കൊണ്ടുപോയി പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ച സഭായോഗം. ഈ കുഞ്ഞിന് ആയുസ് തന്ന ദൈവം ഉണ്ടായിട്ട് ഇനി ഞാൻ സഭായോഗം മുടക്കണോ എന്നോർത്ത് വീട്ടിലിരുന്നു. ഞായറാഴ്ച രാവിലെ ചൂടുവെള്ളം കണ്ട് കഴുകി അവൾ ഞെക്കുമ്പോൾ ഒരു കറുത്ത കട്ട അവിടെ നിന്ന് പുറത്തേക്ക് തള്ളി വന്നു. ഇന്നും കാലിൽ നോക്കിയാൽ അവിടെ ഒരു കുഴി പോലെ കാണാം. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാ ഈ മൂർഖം പാമ്പ് അവിടെ തന്നെ കിടപ്പുണ്ട്. അതിനെ തല്ലിക്കൊല്ലാൻ ദൈവം ഒരു അവസരം കൂടെ എനിക്ക് തന്നു. ഞാനിതൊക്കെ ഇപ്പോൾ വളരെ വേഗത്തിൽ പറഞ്ഞെന്തിനാണെന്നറിയാമോ? ആ പ്രതിസന്ധിയാ ഞാൻ ഇന്നിവിടെ നിൽക്കുവാനിടയായി തീർന്നത്.
ദൈവം ഒരു പരിശോധന അയക്കുന്നുണ്ടെങ്കിൽ അത് നമ്മെ നാമാക്കാൻ വേണ്ടിയാ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പറയട്ടെ, പത്രോസ് പറയാ, ഒരു അപൂർവ കാര്യം സംഭവിക്കുമ്പോൾ നീ കഷ്ടത എന്തെന്ന് ചോദിക്കണ്ട. ഇതിനപ്പുറത്ത് തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നിന്നെ നീയാക്കി നിർത്തുവാൻ, വിശുദ്ധനാക്കി നിർത്തുവാൻ ദൈവം ഒരുക്കുന്ന പദ്ധതിയാ. മറ്റൊന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം, കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാരെ ഒന്നിച്ച് പറയാം, കർത്താവ് നമുക്ക് ഈ അനുകൂലം അല്ലാത്തവരൊക്കെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അങ്ങ് അവരെ കത്തിച്ചു കളയാൻ പറയാൻ പാടില്ല. അങ്ങനെയാണ്, കത്തിച്ചു കളയാൻ എഴുതിയിട്ടില്ല എങ്കിലും സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി നശിപ്പിക്കാൻ പാടില്ല എന്ന്. അവരുടെ മനോഭാവം എന്നാ? മനോഭാവം നമുക്ക് അനുകൂലമല്ലാത്തവരെ മുഴുവൻ എന്ത് ചെയ്യണം? തകർന്നു പോകണം. ഞാൻ തൃശ്ശൂരിലൊരു സ്ഥാപനം ഉണ്ടായിരുന്നേ, എനിക്ക് വളരെ കടപ്പാടുള്ളൊരു സ്ഥാപനമാണ്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട രണ്ടുപേരും കൂടെ തമ്മിൽ ചെറിയ ശണ്ടയായി, പ്രശ്നമായി, പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിത്തീർന്നു. അവസാനം ഞാൻ അദ്ദേഹമുള്ള ആ രാജ്യത്ത് ഒരിക്കൽ ആളോട് പറഞ്ഞു, വെച്ചാൽ എന്തായാലും 100 കണക്കിന് ആളുകളെ ദൈവകൃപയിലേക്ക് നടത്തിയൊരു സ്ഥാപനമല്ലേ, നമുക്കത് പരിഹരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോൾ ആളെന്നോട് പറയാം, അവനും അവൻ്റെ തലമുറ നശിക്കുന്നവരെ ഞാൻ ഉപവസിക്കുകയും ചെയ്യും, പൈസയും മുടക്കുമെന്ന്. കർത്താവ് എനിക്ക് ചോദിച്ചതേ, ഏത് ആത്മാവാണ് നിങ്ങളുടെ എന്ന് ചോദിച്ചേ, ഏത് ആത്മാവാന്ന്. പക്ഷെ സ്തേഫാനോസിന് കല്ലേറുകൊണ്ട് ശരീരം ചിതറപ്പെടുമ്പോൾ ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത് എന്ന് പറഞ്ഞതാ ഉയരത്തിലെ ശക്തിയുള്ളത്. അവൻ കണ്ടത് തുറക്കപ്പെട്ടൊരു സ്വർഗമാണ്. അത് പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നതാ കണ്ടത്. നാം എന്നെ കാണുന്നത് നമ്മുടെ പ്രതിസന്ധിയിൽ സ്വർഗം കാണണം, തുറക്കപ്പെട്ട സ്വർഗം കാണണം, തമ്പുരാൻ്റെ വല്ലഭത്വത്താലുള്ള മഹത്വം കാണണം. നമ്മുടെ സ്വഭാവം മാറുന്ന, കാഴ്ചപ്പാട് മാറുന്ന, ലക്ഷ്യം മാറ്റുന്നതാണ് ഉയരത്തിലെ ശക്തി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇടറിപ്പോകുന്നു? ദൈവശക്തിയുടെ പരിമിതിയാണ് ഇടറിപ്പോകാനിടയായി തീർന്നത്. പത്രോസൊക്കെ ഒരിക്കലും ഇങ്ങനെ പേടിച്ചിരുന്ന പത്രോസൊക്കെ അതെ അടി കൊണ്ട് 5-ാം അധ്യായത്തിൽ പുറപ്പെട്ടു പോകുമ്പോൾ പറയുക, അവിടെ ഇവർ വെല്ലുവിളിക്കുമ്പോൾ പറയുക, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ ഭയപ്പെടുന്ന വിഹിതാണോ? അല്ല. ഒരു സമയത്ത് ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ വേദനിച്ചിരുന്ന ആ പത്രോസ് ഇപ്പം പറയുക, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ ഭയപ്പെടുന്ന വിഹിതമല്ല. അത് കഴിഞ്ഞ് അടുത്ത് പറയുകയാണ്, തിരുനാമത്തിന് വേണ്ടി അടി കൊണ്ട് പോകുക. അപ്പം പറയുക, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരെന്നെണ്ണുകയാൽ സന്തോഷിച്ചും കൊണ്ട് പുറപ്പെട്ടു പോയി എന്ന്. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരെന്നെണ്ണുകയാൽ സന്തോഷിച്ചും കൊണ്ട് പുറപ്പെട്ടു പോയി എന്ന്. ദൈവശക്തി നമുക്ക് വേണ്ടി വഴികള് തുറക്കുന്നതാ, സ്വഭാവം മാറ്റുന്നതാ, കാഴ്ചപ്പാട് മാറ്റുന്നത്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. നമ്മൾ പാട്ട് പാടുന്നതുണ്ടല്ലോ, അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ബന്ധനം കഴിഞ്ഞു, കെട്ടുകളൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടരുത്. പാട്ട് തെറ്റൊന്നല്ലേ, ഞാൻ ഒന്നിനും വിമർശിക്കാറില്ല. പക്ഷേ ഞാൻ ഈ തമിഴ്നാട്ടിലൊരു സ്ഥലമുണ്ട്, ട്രിങ്കോബർ, തരകമ്പാടി എന്ന് പറഞ്ഞ്, ആദ്യത്തെ ഇന്ത്യൻ ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തമിഴിലേക്കാണ്. അത് ബെർത്തലോമായി സ്വീഗൻ ബാൾക്ക് എന്ന് പറഞ്ഞൊരു ഡച്ച് മിഷണറിയാണ്. 1713 അദ്ദേഹം. ഇന്ന് നമുക്ക് അവിടെ പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ പാടുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ട് എത്രയാണ്. അവിടെ അവരുടെ പോർച്ചുഗീസുകാരുടെ ജയിലും ആളുകളെ താമസിപ്പിച്ചതും കൊന്നതും ഈ സ്ഥലങ്ങളൊക്കെ കാണാം. അവിടെ നിന്ന് തഞ്ചാവൂരിലേക്ക് ഒരു 30-35 കിലോമീറ്റർ തുരങ്കം അന്ന് 1700 അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത് അടച്ചു വെച്ചിരിക്കുക ലീക്കായിട്ട്. അവിടെ ആ ജയിലിൽ അടിത്തറയിലാണ്, തറയിലാണ് റിങ്ങിട്ട് ആളുകൾ എന്ത് ചെയ്ത് പൂട്ടാനിടയായിത്തീരുന്നത്. സ്തോത്രം. ഞാനിവിടെ 2022 ഒരു 35 ദിവസം വന്നു, UK വന്നു. അന്ന് സ്കോട്ട്ലാൻഡിൽ പോയി. അവിടെ പോയി ഒരു ജയിൽ കണ്ടു. അവിടെ ഇതുപോലെ തറയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആളുകളെ പൂട്ടി കെട്ടിയിരിക്കുന്നത്, കെട്ടാനായിട്ട് ഉപയോഗിച്ചത് തടവുകാരെ. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, അപ്പോസ്തലർ 16-ാം അധ്യായം വായിക്കുമ്പോൾ ഇവർ ആരാധിച്ചപ്പോൾ എന്നെ ഇളകിയെന്നാ പറഞ്ഞേ, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകിയെന്ന്. ഈ കെട്ടിടത്തിൻ്റെ അടിത്തറ ഇളകിയ കെട്ടിടം നിൽക്കുകയല്ല. പക്ഷേ ഇത് മോളിൽ നിന്ന് ഇടിച്ച് അടിച്ചാൽ പോരാ. കാരണം ഇവരെ രക്ഷിച്ച് ഇവരെ കെട്ടിയിരിക്കുന്ന ഭാഗം അഴിക്കണമെങ്കിൽ അടിത്തറ ഇളകണം.
സ്വത്രം. എവിടെ നമ്മ കെട്ടുന്നുവോ അവിടെ ഇളക്കാൻ കഴിയുന്നതാണ് ഉയരത്തിലെ ശക്തി എന്ന് പറയുന്നത്. എവിടെ നമുക്കെതിരെ വെല്ലുവിളി വരുന്നോ അവിടെ ഇളക്കാൻ കഴിയുന്നതാണ് ദൈവശക്തി എന്ന് പറയുന്നത്. ഈ പകൽ ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, ദൈവശക്തിയുടെ പരിമിതി നമ്മെ തകർത്ത് കളയാനിടയായി തീരും. ഒറ്റ വഴിയേ ഉള്ളൂ, കാത്തിരിക്കട്ടെ, പ്രാപിക്കട്ടെ, നിറയട്ടെ, ജയത്തോടെ മുന്നോട്ട് പോകാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ജയിച്ചവനായതുകൊണ്ട് ജയിക്കാൻ വിളിച്ചവരെ നമ്മെ ജയിച്ചവന്റെ പുറകെ ജയിക്കാൻ ഇറങ്ങിയവരാ, പരാജയപ്പെടാനല്ല. ഇവിടെ ഇരിക്കുന്ന ആരും പരാജയപ്പെടരുത്. ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരട്ടെ. 11-ാം വാക്യം ഒന്ന് വായിച്ചേ. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്ക, കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. മതി മതി, ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, വളരെ പെട്ടെന്ന് നിർത്തും. കൊലയ്ക്കായി വിറച്ച് ചെല്ലുന്നവരെ വിടുവിക്ക. ഉയരത്തിലെ ശക്തി നമുക്കൊരു നിയോഗം തരുന്നതാണ്, ഒരു നിയോഗം തരുന്നതാണ്. ആ നിയോഗം കൊലയ്ക്കായി പോകുന്ന, മരണത്തിനായി പോകുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്നവരെ വിടുവിക്കാനാ നമ്മെ ഇവിടെ കൊണ്ടുവന്നതും, ഈ കൂട്ടായ്മ തന്നതും, ഈ ദൈവശക്തി തന്നതും, ഈ സന്തോഷം തന്നതും, നല്ല കുടുംബം തന്നതും എല്ലാം അതിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. നിങ്ങൾ ഈ ബസ് വരുമ്പോൾ സൗണ്ട് കേൾക്കും, പക്ഷെ സൗണ്ട് ഉണ്ടാക്കാനാണോ ബസ് വരുന്നത്? ആണോ? എല്ലാവരുടെയും ശ്വാസം പോയി തോന്നും. അല്ല, ദൈവാത്മാവ് വരുമ്പോൾ അന്യഭാഷ പറയും, അത് നമുക്ക് ആത്മവർദ്ധനയ്ക്കാണ്. പക്ഷേ ഈ വർധന പ്രാപിച്ച എവിടാ? തൃശ്ശൂരിൽ പണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു, ഞാൻ തീറ്റയർപ്പായി എന്നാണ് അയാളെ പറയണേ, കേട്ടിട്ടുണ്ടോ? പത്രത്തിലൊക്കെ വലിയ പരസ്യമൊക്കെ വന്ന ഒരാളാണ്. എർപ്പായ ചേട്ടൻ ഒരു 5-6 ഹോട്ടലിൽ നിന്ന് രാവിലെ 15-20 ഇഡ്ഡലി വീതം കഴിക്കും. ഒരു 2-3 കിലോമീറ്റർ നടന്ന ഒരു 4-5 ഡോക്ടർമാരുടെ ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എർപ്പായ ചേട്ടനോട് ഓണൊക്കെ ആകുമ്പോൾ അവിടെയുള്ള പിള്ളേരൊക്കെ ചോദിക്കും, ഇവരന്നൊരു കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്യും. എർപ്പായ ചേട്ട ഒരു പോലെ ഏത്തപ്പഴം തിന്നു എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ് എർപ്പായ ചേട്ടൻ എന്ന് പറയും. അപ്പോൾ പക്ക തൃശ്ശൂർ സ്ലാങ്ങിൽ പറയും, ഇടക്കിടാവെ നീ ഇങ്ങോട്ട് തന്ന് കാണിക്കും, ഞാൻ തിന്നാ കാണിച്ചു തരാമെന്ന്. ഏതാ ഒരു പോലെ ഏത്തപ്പഴം? എർപ്പായ ചേട്ടൻ തിന്നും. പക്ഷെ ഒരു കാ തിന്നുന്നവൻ്റെ പ്രയോജനം ഈ ഒരു കൊല തിന്നിട്ട് ഹലോ ഇല്ലാന്ന്. നമ്മൾ ഇതിനകത്തിരുന്ന് അങ്ങ് നിറഞ്ഞിട്ടെ ഒരു കാര്യം ഗൗരവമായിട്ട് ഓർക്കാം. UK മൂല്യച്യുതിയും പള്ളി പൂട്ടിയതും ഇതൊക്കെ പറയുമ്പോൾ നമ്മെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. ഞാൻ എൻ്റെ വൈഫിനോട് ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 10:30 വരുമ്പോൾ 2 പേർക്കും ഒരു സൈക്കിളേ ഉള്ളത്, വൈഫിനെ പുറകിൽ വെച്ച് സൈക്കിൾ ചവിട്ടിയൊക്കെ വരുന്നൊരു കാലമാണ്. അങ്ങനെ വന്ന് വീട്ടിലൊരു 10 മണിയായപ്പോൾ വന്നപ്പോൾ എന്നോട് വൈഫ് പറഞ്ഞു, ജോസിൻ്റെ വീട്ടിൽ ഇച്ചിരി പ്രശ്നമുണ്ട്, നമുക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു. 10 മണി കഴിഞ്ഞു, എവിടെ പോയി, എന്നെ കണ്ടൊന്നും വയ്യാമെന്ന് പറഞ്ഞു. 5 പ്രാവശ്യം എൻ്റെ വൈഫ് പറഞ്ഞു 10-10:30 ആയാലും അവരെ നമുക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കണം, നമുക്ക് പോകണം. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു 4-5 വീട് അപ്പുറത്താണ്. വളരെ അറിയാവുന്ന ഫാമിലിയാണ്. ഒരു 35 വയസ്സുള്ള വാട്ടർ തൊട്ട് ജോലിയുള്ള മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു പറ്റില്ല, എന്നെ കണ്ട് വയ്യ, നീ വേണേ ഇപ്പോൾ കൊള്ളാനൊക്കെ പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടു. അന്നേ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് ഉറങ്ങി. രാവിലെ 5:30 ഇപ്പോൾ പോലീസുകാരൻ വന്ന് ഞങ്ങൾ വിളിച്ചു. എന്നോട് ചോദിച്ചു, എന്നെ സാറേ എന്ന് ചോദിച്ചു, ഇവിടെ വരാൻ. അല്ല, ജോസിൻ്റെ വീടാണെന്ന് ചോദിച്ചു. ജോസിൻ്റെ വീട് അത് എന്നെ കാര്യം സാറേ? അത് ഒല്ലൂരപ്പുറത്ത് തലൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡ് സൈഡിൽ വിഷം അടിച്ച് മരിച്ചു കിടക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 10-12 കൊല്ലം 15 കൊല്ലമായിട്ട് ഇന്ന് എൻ്റെ ചങ്കീന്ന് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. എൻ്റെ മുൻപിൽ എൻ്റെ വൈഫിനോട് ദൈവാത്മാവ് പറഞ്ഞതാ പോകാനായിട്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനത്തെ ദർശനം ആരെങ്കിലും കാണാറുണ്ടോ? കൂടെ വർക്ക് ചെയ്യുന്നവർ, പരിചയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, അവരാരെങ്കിലും തകർന്നു പോകുന്നവർ, നാട്ടിൽ 24-കാരി IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത് നമ്മളിപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അതുപോലെയുള്ളൊരു മുഴുവൻ നമ്മുടെ അടുത്ത് എത്ര പേര് വന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരോട് യേശു ജീവിക്കുന്നു എന്ന്. പൗലോസ് പറഞ്ഞു, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്നെ വിടുവിച്ചൊരു കർത്താവുണ്ട്, എന്നെ രക്ഷിച്ചൊരു കർത്താവുണ്ട്. ആ കർത്താവിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. ഒരു വാചകത്തിൽ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? സ്തോത്രം.
ഞാൻ ചെയ്യുന്നൊരു കാര്യം പറയും, ഞാൻ സംഭവമായിട്ടൊന്നുമല്ല. എങ്ങനെയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി 3 ചോദ്യങ്ങളും ചോദിക്കും. 1, അവസാനമില്ലാത്തൊരു സ്വർഗമുണ്ടോ? 2, നിങ്ങളവിടെ പോകുമോ? 3, പോകുമെങ്കിൽ അതിൻ്റെ കാരണം എന്നാ? ചുമ്മാ പോകാൻ പറ്റില്ലല്ലോ. മറുപടി നിങ്ങളിപ്പോൾ പറയണ്ടെന്ന് പറയും. പറ്റില്ലെങ്കിൽ പിന്നെയെങ്കിലും ചിന്തിക്കും. ഞാൻ ഫ്ലൈറ്റ് വരുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടു, വിനോദ്, പൂളിലുള്ളതാണ്. അദ്ദേഹത്തോടും ഭാര്യയോടും ചോദിച്ചു. അവസാനം ഇപ്പോൾ ആൾ പൂളിൽ ചെല്ലുമ്പോൾ എന്നോട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഒരവസരം മിക്കവാറും ഒന്നോടെ പറയാനായിട്ട് കിട്ടുമായിരിക്കും. ഒരു കത്തോലിക്ക മനുഷ്യനാണ്, ആരോ ആവട്ടെ, എല്ലാവരുടെയും ആത്മാവ് ഒരുപോലെയുള്ളതാണ്, എല്ലാവരുടെയും ആത്മാവുള്ള. പക്ഷേ നമ്മളങ്ങനെ എത്ര പേർക്ക് കഴിയും? പൗലോസ് റോമാലേഖനം 9-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വേഗം വായിച്ചേ. 9-ാം അധ്യായം 1-ാം വാക്യം പൗലോസ് പറയുന്നൊരു വാചകമുണ്ട്. റോമർ 9:1. ബോഷ്കല്ല, ജഡപ്രകാരം എൻ്റെ ചർച്ചക്കാരോട്, സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തരാകാൻ ആഗ്രഹിക്കുമായിരുന്നു. മതി, ഇവിടെ ശ്രദ്ധിച്ചേ. ഞാൻ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് എൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തിയാൽ പോലും, അതായത് ശരി, ഞാൻ ശപിക്കപ്പെട്ടു പോയാലും എൻ്റെ ചാർച്ചക്കാരെല്ലാം കൃപയിലേക്ക് വരുമെങ്കിൽ ഞാൻ അതിനും വേണമെങ്കിൽ തയ്യാറായേനെ. പക്ഷെ അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ മരിക്കാനോ ശാപഗ്രസ്തനാകാനോ ഒരു വഴിയില്ല. വഴി യേശു മാത്രമേ ഉള്ളൂ. പക്ഷെ പൗലോസിൻ്റെ ഉള്ളിലെ ആഗ്രഹം, എൻ്റെ ഒരു ചാർച്ചക്കാരും ഞാൻ കണ്ടുമുട്ടുന്നവരും നിത്യത നഷ്ടപ്പെട്ടു പോകരുതെന്ന്. നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള താല്പര്യമുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ നോക്കിക്കേ, ദുരന്തമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മരണമല്ല. 3-ലും 30-ലും 70-ലും 80-ലും ഒക്കെ മരിക്കാം. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എൻ്റെ 4-ാമത്തെ വയസ്സിൽ എൻ്റെ പെങ്ങളുണ്ടായിട്ട് 10 മാസം ഉള്ളപ്പോൾ എൻ്റെ മാതാവ് വിധവയായതാ. 25-ാമത്തെ വയസ്സിൽ, 82-ാമത്തെ വയസ്സിലാണ് ഈ 2022 ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഒരുപാട് പരിശോധനയിലൂടെ ഒക്കെ പോയി. പക്ഷെ അതല്ല ദുരന്തം എന്ന് പറയുന്നത്. ആത്മഭാരം നഷ്ടപ്പെട്ട ഒരു ആത്മീയ ജീവിതമാണ് ദുരന്തം എന്ന് പറയുന്നത്. സ്വത്രം, ആത്മഭാരം നഷ്ടപ്പെട്ട, സമശിഷ്ടങ്ങളെ കുറിച്ചുള്ള ബോധ്യമില്ലാത്ത ചാത്തനും ചാക്കോയും മത്തായും മുഹമ്മദും മുരളിയും എല്ലാം ദൈവത്തിൻ്റെ മക്കളാ. അവർക്കത് വെളിപ്പെട്ടിട്ടില്ല. ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ എൻ്റെ പ്രാർത്ഥന ചില ഹൃദയം തുറക്കുവാൻ കാരണമായി തീരണം. എൻ്റെ പ്രാർത്ഥന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കോവർക്കേഴ്സ്, അവരുടെ ഹൃദയം തുറക്കുവാനിടയായി തീരണം. അവരെ നിത്യതയിൽ കാണണം. പൗലോസ് പറയാ, എൻ്റെ ശുശ്രൂഷയിൽ വന്ന നിങ്ങളാ എൻ്റെ കിരീടങ്ങളെന്ന്. നിത്യതയിൽ ചെല്ലുമ്പോൾ കിരീടം ആരാണെന്നറിയാമോ? നാം വചനം പറഞ്ഞ് വിശ്വാസത്തിലേക്ക് നടത്തിയവരാ. അത് കിരീടങ്ങൾ എന്ന് പറയുന്നത്. പൗലോസ് പറഞ്ഞ വാടാത്ത കിരീടം. ഏഥൻസിൽ അന്ന് ഓടി വരുമ്പോൾ പച്ച ഓലിവില വെച്ച്, കമ്പ് വെച്ച് ഇങ്ങനെ ഒരു കിരീടം കൊടുക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും, ഉച്ച കഴിയുമ്പോഴേക്കും വാടിപ്പോകും. പക്ഷെ സ്വർഗം തരുന്നത് വാടാത്തൊരു കിരീടമാ. വെളിപ്പാട് ദിവസം പറയുന്നു, അവനവൻ്റെ പ്രവൃത്തിക്കൊക്കെയും പ്രതിഫലം തരുന്നൊരു ദൈവം ഉണ്ടെന്ന്. ഇന്ന് പണം മുടക്കിയതിന്, ഓടിയതിന്, ചിലരെ സഹായിച്ചതിന്, വിശ്വാസത്തിലേക്ക് നടത്തിയതിന്, അത് രാപകൽ പ്രാർത്ഥിച്ചതിന്, ഓരോരോ കണ്ണുനീരൊഴുക്കിയതിന്, ചിലരുടെ കണ്ണുനീരാ അത് ചില ദൈവസഭയുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. ഷുഡബാല ശാഭവാല ബാരജുരബാര. മൂന്നാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കാര്യത്തിലുള്ള ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. യെശയ്യാപ്രവചനം 5-ാം അധ്യായം വായിക്കുമ്പോഴേ, ഞാനും ഇസ്രായേലിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ഫലവത്തായ കുന്നിന്മീതെ നട്ടു, അതിന് തടമെടുത്തു, അതിലെ കല്ല് ജാതികളെയൊക്കെ നീക്കി കളഞ്ഞു, സുരക്ഷിതം കൊടുത്തു. എത്ര സംവിധാനം ഇരിക്കുമെന്നറിയോ? എന്നിട്ട് ചക്കിട്ടു, വേലി കെട്ടി, വെള്ളമൊഴിച്ചു, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു. കാത്തിരുന്നാറെ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. ഒരു ഉടമസ്ഥൻ്റെ ഹൃദയം നുറുക്ക് അത്ര വലുതാണെന്നറിയോ? ദൂരെ നിന്ന് മുന്തിരിവള്ളി കൊണ്ടുവന്നു, ഒരു ഫലവത്തായ പ്രയോജനപ്പെടാൻ പറ്റുന്നൊരു സ്ഥലത്ത് നിർത്തി, തടമെടുത്തു, കല്ലുകൾ, വളരാൻ തടസ്സമായ കല്ലുകളെയൊക്കെ മാറ്റി,
വെള്ളമൊഴിച്ചു, വേലി കെട്ടി, ഒരു പിശാചും കയറാതെ വണ്ണം വേലി കെട്ടി. എന്നിട്ട് ഞാൻ കാത്തിരുന്നു. മുന്തിരി ഞാൻ കായ്ക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ കാട്ടുമുന്തിരി ഞാൻ കായ്ച്ചു. കാട്ടുമുന്തിരി എന്നെ ഒരു ദുഃഖത്തോടെ പറയുക. ഉടനെ തമ്പുരാൻ പറയുക, വരുവീൻ, ഞാൻ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാം. ഞാനതിൻ്റെ വേലി പൊളിക്കും. പ്രയോജനപ്പെട്ടില്ലെങ്കിൽ വേലി പൊളിക്കും. സംരക്ഷണം കളയുന്ന ദൈവം കൈവിട്ടാൽ ലോകത്തിൽ ആർക്കും നമ്മെ സഹായിക്കാൻ കഴിയില്ല. ലോകം മുഴുവൻ കൈവിട്ടാലും ദൈവം സഹായിച്ചാൽ നിലനിൽക്കാൻ കഴിയും. ദൈവം സംരക്ഷണം പൊളിച്ചു കളയുന്ന. ഞാനതിന് വെള്ളരിത്തോട്ടത്തിലെ ഈ സാമഗ്രി ഉണ്ടല്ലോ, നാട്ടിലൊക്കെ ചിലർ ഈ വീട് പണിയുമ്പോഴേ കണ്ണ് കിട്ടാതൊരു സാധനം ഉണ്ടാക്കുമല്ലോ, അതുപോലെ ആക്കി കളയുമെന്ന്. സ്തോത്രം. പ്രയോജനപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരു മാവേലുണ്ടാകുന്ന മാങ്ങയും ആ മാവ് തിന്നിട്ടില്ല. ഒരു പ്ലാവേലുണ്ടാകുന്ന ചക്കയും ഒരു മാവേലുണ്ടാകുന്ന മാവ് തിന്നിട്ടില്ല. ഒരു പ്ലാവേലുണ്ടാകുന്ന ചക്കയും ഒരു പ്ലാവ് എന്ത് ചെയ്തിട്ടില്ല? തിന്നിട്ടില്ല. അപ്പം പിന്നെ പ്രയോജനപ്പെട്ട എന്താ ഗുണം? ഉടമസ്ഥനറിയാം വളവിടാൻ, ഉടമസ്ഥനറിയാം സപ്പോർട്ട് ചെയ്യാൻ, ഉടമസ്ഥനറിയാം എങ്ങനെ താങ്ങണമെന്ന്. സ്വത്രം. ഇനി ഒന്ന് പുറകോട്ട് ചിന്തിച്ചേ. ഈ കൃപായുഗത്തിൽ ജനിക്കാൻ കഴിഞ്ഞില്ലേ? നമ്മേക്കാൾ എത്ര ശക്തന്മാരുണ്ടായിരുന്നു. ഞാൻ വളരെ ശാന്തമായി പറയാം. എത്ര ശക്തന്മാരുണ്ടായിരുന്നു, കഴിവുള്ളവരുണ്ടായിരുന്നു, വിദ്യാഭ്യാസമുള്ളവരുണ്ടായിരുന്നു, യോഗ്യതയുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയാൽ അംബാനീനെയല്ലേ വിളിക്കേണ്ടത്? നമ്മെ വിളിച്ചില്ലേ? നമ്മെ കണ്ടില്ലേ? നമ്മെ ദൈവസ്നേഹം പകർന്നില്ലേ? നല്ല കുടുംബം തന്നില്ലേ? കുഞ്ഞുങ്ങളെ തന്നില്ലേ? കള്ളും മദ്യവും മയക്കുമരുന്നും ഇതൊന്നുമില്ലാതെ ആനന്ദിപ്പാൻ പരിശുദ്ധാത്മാവിനെ തന്നില്ലേ? ദൈവസഭയ്ക്കകത്ത് നമ്മെ ആക്കിയില്ലേ? നാം ഒന്ന് ചിന്തിച്ച് എന്നെ ചെയ്യാൻ പറ്റി? മതപരമായ ചടങ്ങും ഞായറാഴ്ച ആരാധനയും അല്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടി എന്നെ ചെയ്യാൻ പറ്റി? ഇന്ന് പകലൊന്ന് ചിന്തിച്ചേ. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കേ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എനിക്ക് ആയുസ് തന്നു. പത്രോസിനോട് യേശു പറഞ്ഞു, നിന്നെ പിശാച് പാറ്റിക്കളയാൻ എന്നോട് അനുവാദം ചോദിച്ചതാ. എന്നാൽ പത്രോസ് പോലും അറിയാതെ പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർത്ത് കളഞ്ഞതുകൊണ്ട് പത്രോസെ നീ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, തകർത്ത് കളയുവാൻ ശത്രു എത്ര പ്രാവശ്യം പദ്ധതി ഒരുക്കിയെന്നറിയാമോ? കുടുംബം തകർത്ത് കളയുവാൻ കുടുംബജീവിതത്തിനകത്ത് അവൻ ഇടപെട്ടതാ. അത് നിൽക്കുന്നതിൻ്റെ കാരണം എന്നറിയാമോ? ഞാൻ ആ ശത്രുവിൻ്റെ പദ്ധതിയെ തകർത്ത് കളഞ്ഞതുകൊണ്ടാ, ഞാൻ നിങ്ങളെ വിടുവിച്ചതുകൊണ്ടാ, ഞാൻ വേലി കെട്ടിയതുകൊണ്ടാ, ഞാൻ സംരക്ഷിച്ചതുകൊണ്ടാ, പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ടായതുകൊണ്ട്, ഒരു ദൈവദാസനെ തന്നതുകൊണ്ട്. ദൈവദാസന്മാരെ ദൈവം തരുന്ന ദാനമാ സഭയ്ക്ക് തന്നത്. അങ്ങനെ തന്നതുകൊണ്ട് എന്നിട്ടും നിങ്ങൾ ആ ബോധ്യമില്ലാതെ പോകുകയാണോ എന്ന ചോദ്യത്തിന് യേസ് കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തിലേക്ക് ഞാൻ എന്നെ തരുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ഊടാപാല. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. 2-3 മിനിറ്റോടോട്ടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച. കർത്താവേ, ഞാൻ ആകേണ്ടതുപോലെ ആയിട്ടില്ല. പത്രോസിനെ പത്രോസാക്കാനാ വിളിച്ചത്, പക്ഷെ കൂടെ 3.5 കൊല്ലം നടന്നു. പിന്മാറിപ്പോയി മടക്കി വരുത്തുമ്പോഴും യേശു ബറയോനോ ശീമോൻ എന്ന് പറയുന്നത്. ഇന്ന് പകല് പ്രിയപ്പെട്ടവരെ, നാം ആരാകാനാ ദൈവം ഉദ്ദേശിച്ചെങ്കിൽ ആ ഉദ്ദേശത്തിലേക്ക് വരുവാൻ, ഉദ്ദേശത്തിലേക്ക് എന്നെ നടത്തുവാൻ ദൈവാത്മാവ് സഹായിക്കണമേ. ഞാൻ ഇടറിപ്പോകാതിരിക്കാൻ, പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കാൻ, ജീവിതത്തിൽ മടുത്തു പോകാതിരിക്കാൻ, ലക്ഷ്യത്തിൽ മടുത്തു പോകാതിരിക്കാൻ, കർത്താവിന്റെ സ്വഭാവത്തിൽ ഞാൻ ഇടറിപ്പോകാതിരിക്കാൻ ഉയരത്തിലെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ശാംഭവാല ജുരഭാര ഭാര ഭാര റിഖമാന വൈഡഭാര ജുരഭാര ദിഭഭാര റിഖമാന വൈഡഭാര ഹത്തുരാജ ജുരഭാര. ഹല്ലേലൂയ. കർത്താവേ, ഈ സഭയ്ക്കായ സ്തോത്രം, ഇവിടെയുള്ള ദൈവജനത്തിനായ സ്തോത്രം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നരുളി ചെയ്തവൻ ഓരോ വ്യക്തികൾക്കും വേണ്ടി അവരുടെ മുമ്പിൽ എങ്ങനെ ആയി വരണമോ അങ്ങനെ വെളിപ്പെട്ടു വന്ന് അവരെ അനുഗ്രഹിക്കേണ്ടതിന് സ്തോത്രം. നിന്റെ ദാസൻ കുടുംബത്തിനായി സ്തോത്രം. തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന
ദൈവാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭ മലമേലിരിക്കുന്ന പട്ടണം പോലെ തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ അനേകർക്ക് വഴികാട്ടി അനേകർക്ക് അഭയമായി തീരുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വപ്പെടണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ടവരോട്, കർത്താവിൻ്റെ ദാസനോട് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.